Hello guys, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സാധാരണ കണ്ടന്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടാട്ടോ. അത് നിങ്ങൾക്ക് തമ്മിലുണ്ടാവുന്ന മനസ്സിലായിട്ടുണ്ടാവും. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി അത്യാവശ്യം കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നല്ലേ, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കാണും, മറ്റുള്ള വീഡിയോസ് കാണുന്ന പോലെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നതല്ല, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാൻ. നമ്മുടെ വീഡിയോ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം. അപ്പോൾ മച്ചാമാരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wealthclub9.com എന്നുള്ള ഈ ഒരു ഡൊമൈൻ വരുന്ന ഒരു സൈറ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ ഫസ്റ്റ് നമുക്കിതിൽ എങ്ങനെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ആ നമ്പർ അടിക്കേണ്ടടുത്ത് നിങ്ങൾ ജസ്റ്റ് നമ്പർ ഒന്ന് അടിക്കുക. നിങ്ങൾ ഏത് കൺട്രിയാണോ ആ കൺട്രി കോഡ് അവിടെ നിങ്ങൾ ആദ്യം കൊടുക്കണം കേട്ടോ. നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് അവിടെ +91 ഇന്ത്യൻ്റെ കോഡ് വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളിടത്ത് നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുക. പിന്നെ ആ പാസ്വേഡ് ഒന്നും കൂടി നമ്മൾ കൊടുക്കുക കേട്ടോ. കൺഫേം ചെയ്യുക പാസ്വേഡ്. രണ്ടാമത് നിങ്ങൾ ആ OTP എന്നുണ്ടല്ലേ റൈറ്റ് സൈഡിൽ OTP എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ആ OTP വരും. നിങ്ങൾ ഏത് നമ്പറാണോ കൊടുത്ത ആ നമ്പർക്ക് നിങ്ങൾക്കൊരു OTP വരും. ആ OTP ജസ്റ്റ് നിങ്ങൾ അവിടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ടല്ലേ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്. എന്നിട്ട് നമുക്ക് രണ്ടാമത് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൈനിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് നിങ്ങൾ ആ കൊടുത്ത നമ്പറും പാസ്വേഡും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ആ മൂന്നാമതൊരു കോഡ് ഉണ്ടല്ലോ, ഇമേജ് കോഡ് എന്നുള്ള ആ കോഡ് നമ്മുടെ ജസ്റ്റ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന കോഡ് അതേപോലെ ജസ്റ്റ് തെറ്റാതെ കറക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആവും. ജസ്റ്റ് 2 നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അവരുടെ ഗ്രൂപ്പും ചാറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അത് റീഡ് ചെയ്താൽ മനസ്സിലാവും. അതിലേക്ക് കിടക്കുന്ന വേണ്ടാണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, നിങ്ങൾ ഒരു സർവീസ് എന്നുള്ള ജസ്റ്റ് കണ്ടില്ലേ, അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരായിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരായിട്ട് മെസ്സേജ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇൻ്റർഫേസ് ഫസ്റ്റ് നമുക്ക് ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പിങ്ങിനുള്ള നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി, അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത് വരുന്നത് ഷോപ്പിംഗ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നാലാമത് വരുന്നത് എൻജോയ് ഞാൻ പറഞ്ഞുതരാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. അതാണ് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം. ആ എൻജോയ് എന്നുള്ള സെക്ഷനിൽ പോകുന്ന മുന്നായിട്ട് അടുത്ത് നമുക്ക് നമ്മുടെ മൈൻ എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് എൻ്റെ നമ്പർ, എൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അവൈലബിൾ ബാലൻസ്, ബോണസ്, അങ്ങനെ നമുക്കതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തുതരാം. ആദ്യം നമുക്ക് എന്തായാലും എൻജോയ് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. കാരണം നമുക്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിലാണ് റൂള്, റീചാർജ്, ട്രെൻഡ്, അങ്ങനെ ഒരുപാട് കുറച്ച് ഓപ്ഷൻസ്. ഇതിൻ്റെ റൂളിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്ലേ ചെയ്യണം കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, രണ്ടാമത് റീചാർജിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ലെവൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രെൻഡൊക്കെ ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ കണ്ടില്ല, എൻ്റെ മൈ ബാലൻസ് എന്നുള്ളത് 0 ആണ്. ഞാൻ റീചാർജ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ തൊട്ടതായ പീരീഡ് കാണാം. ആ പീരീഡിൽ നമുക്ക് ഓരോ നമ്പർ കാണാം. ആ നമ്പർ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്താണല്ലേ സെക്കൻഡുകൾ, ആ സെക്കൻഡുകൾ കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോ പീരീഡിൽ നമുക്ക് ഓരോ പ്രഡിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടതായത് കുറച്ച് അസറ്റുകളുണ്ടല്ലേ, ഗോൾഡ്, ജ്വല്ലറി,
ശേഷം 10 സെക്കൻഡും കൂടിയുള്ളൂ, 5 സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അറിയാം നമ്മുടെ പ്രൊഡിക്ഷൻ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, നിങ്ങളവിടെ കണ്ടില്ലേ 2470, അതായത് 500 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ കമ്മീഷൻ കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് 470 നമുക്ക് പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡിക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. അടുത്ത പ്രൊഡിക്ഷൻ നോക്കാം നമുക്ക്. ഒരു ദിവസം ചിലപ്പോൾ 4 പ്രൊഡിക്ഷൻ 5 പ്രൊഡിക്ഷൻ കാരണം നമുക്ക് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓഡ് ഈവൻ്റ് ലക്കി എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഗ്രേ കളർ ആയിട്ടുണ്ട്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മറ്റേ കളർ വരുന്നത്, പക്ഷേ നമുക്ക് കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ എമൗണ്ട് അവിടെ തന്നെ ഉണ്ട്, നമ്മൾ കളിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത റൗണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടോക്കി. ഓക്കെ, നമ്മുടെ ഈ റൗണ്ട് കഴിഞ്ഞു, അതായത് ഈ ഒരു
നമുക്ക് അതിൻ്റെ തൊട്ട് സാധനത്തിന് നമ്പർ എന്നുള്ളൊരു ഐക്കണല്ലോ, അതിൽ 15 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 1500 ആവും. ഇപ്പം നിങ്ങൾക്ക് അവിടെ എൻ്റെ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1500 ലെസ് ആയിട്ടുണ്ട്, ബാക്കി 1350. നേരത്തെ എമൗണ്ട് 1500 ലെസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറക്കിയ 2000 നഷ്ടമാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലത് കളിക്കാതിരിക്കണമാണ്. ഓക്കെ, സംഭവം ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഹാർട്ട് ബീറ്റ് കിട്ടുന്ന ഇങ്ങനെ ഇടിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടിന്യൂ കൊടുത്ത് നോക്കാം. നമുക്ക് 1500 വെച്ച് കളിച്ചപ്പോൾ 1500 ഡബിൾ കയറി കണ്ടില്ല, 4290 നമുക്ക് ടോട്ടൽ. ഓക്കെ, ഇനി അടുത്ത പ്രഡിക്ഷൻ ഉണ്ടോയെന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെന്തായാലും അത് കളിച്ച് ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇത് പ്രഡിക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഓവറായിട്ടുണ്ട്. അടുത്ത ഇനി നാളെയാണ്. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ വേറെ കൂടിയും പറഞ്ഞുതരാം. നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 hour, ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഏകദേശം ഒരു 1 hourൻ്റെ ഉള്ളിലാണ് കയറിയത്. നിങ്ങൾക്ക് അപ്പം തന്നെ പേയ്മെൻറ്റ് ഒരിക്കലും കയറില്ല, ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ചിലപ്പോൾ ചിലർക്ക് ഓരോരുത്തർ ചിലപ്പോൾ അക്കൗണ്ട് റിലേറ്റ് ചെയ്തിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കയറും, ചിലർക്ക് ചിലപ്പോൾ ടൈം എടുക്കും. എനിക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണ് കയറിയത്. ഓക്കെ, ഞാൻ എന്തായാലും എമൗണ്ട് കയറിയത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2425 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ 2500 ചെയ്തതെന്ന്. ബാക്കി അവരുടെ കമ്മീഷനാണ്, അവരുടെ കമ്മീഷൻ ഈടാക്കിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ എത്ര ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ കാര്യം കൂടി ഞാൻ പറയട്ടെ, ക്യാഷ് വെച്ചിട്ടുള്ള കളിയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം കൂടുതൽ എമൗണ്ടൊക്കെ വെച്ച് കളിക്കുക. എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതല്ല, നിങ്ങൾ ജസ്റ്റ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം ഇതിനെക്കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം പിന്നെ നല്ല നല്ല എമൗണ്ട് വെച്ച് കളിക്കട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.